പക്ഷെ പോലീസുകാരല്ല. ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താ? അതല്ലേ പറയണത്. അത് തടയലേത്. വാർഡനെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ആദ്യം പോയി വാർഡനെ അറസ്റ്റ് ചെയ്തു. വാർഡനെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ആരെയായി പേടിപ്പിക്കാൻ വരുന്നേ? നിങ്ങൾ വാർഡനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും പോവില്ല. സമരം ചെയ്യാൻ പാടില്ലേ? ഒരു പ്രകോപനം ഇല്ലാതെ പോലീസ് അടിക്കുകയാണ്. അതും ജോമോൻ ജോസിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തലക്കടിക്കുകയും ചെയ്ത പോലീസ്. ഒരു പ്രകോപനമില്ല. CI അന്നേരം പറഞ്ഞു ഒരു പ്രകോപനവും ഇല്ലാതെ തലക്കടിച്ചിട്ടാണ് ഇവർ ഈ പോലീസ് തലക്കടിച്ചത്. പ്രതിഷേധം വളരെ സമാധാനമാണ്. നിങ്ങൾ ചാനലുകാരും ഉണ്ടായിരുന്നല്ലേ? വൈറ്റെടുത്ത് നോക്ക്. ഒരു ആരും പോലീസിനെ നമ്മൾ ആക്രമിച്ചിട്ടൊന്നുമില്ല. ഒരു പോലീസിന് പരിക്കുണ്ടോ? ഇല്ലല്ലോ. ഇയാൾ മനഃപൂർവ്വം പോലീസ് അടിക്കുകയത്. ഞങ്ങളുടെ കയ്യിൽ വേറൊന്നുമില്ലല്ലോ. കൊടിയല്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ CI നിർദ്ദേശം മനഃപൂർവ്വം ഞങ്ങളെ പോലീസ് അടിച്ചാണ്. ഒരു പ്രകോപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ജോമോന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ജോമോൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുപറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ? തലക്കാനടിച്ചത് പോലീസ്. ഫസ്റ്റ് അടി തലക്ക്. ഒരു പ്രകോപനം ഇല്ലാത്ത സമയത്ത് അടിക്കാലോ, സുഖമായിട്ട് വടിയുണ്ടല്ലോ. ഇതുകൊണ്ട് പ്രതിഷേധം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഉറപ്പായിട്ട് ശക്തമായ പ്രതിഷേധം നാളെ മുതൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പോലും വെളിപ്പെടുത്താൻ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ആ കുട്ടിയുടെ നിലവിലെ സ്റ്റേജ് എന്താണെന്ന് പോലും ഇവിടുത്തെ അധികാരികൾ വെളിപ്പെടുത്തുന്നില്ല. പോലീസും മാനേജ്മെന്റും ഇതിന്റെ അധികാരികളും കൂടി ആ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പോലും വെളിപ്പെടുത്താതെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് മാനേജ്മെന്റിന്റെ സെക്യൂരിറ്റി പണിയാണ് ഇവിടുത്തെ പോലീസ്, കാഞ്ഞങ്ങാട്ടെ പോലീസ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നും പോലും വെളിപ്പെടുത്താതെ മാനേജ്മെന്റിന് സെക്യൂരിറ്റി പണിയെടുക്കുന്ന ഈ പോലീസും ഈ മാനേജ്മെന്റും കൂടി ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായിട്ടുണ്ടാവും. സമാധാനപരമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോന്റെ തലയാണ് ഇവിടെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ പോലീസ്. ഈ പോലീസിനും ഈ മാനേജ്മെന്റിനെതിരെ ഇനിയും ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.